ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഹനീയമായ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുമെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം. പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ ക്ഷണിക്കാം. സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവായേശുനാഥ വാവായേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവായേശുനാഥ വാവായേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാധിക്കുന്നവര് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവിക പുണ്യങ്ങളിൽ നമ്മെ വളർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അടിസ്ഥാന നന്മകൾ, മൗലിക പുണ്യങ്ങൾ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൽ ഒരലങ്കാരമായി മാറണം, ഒരഭിഷേകമായി മാറണം. നമ്മൾ പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പുണ്യങ്ങൾ അഭ്യസിക്കണം. പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്തണം. പുണ്യാഭ്യാസം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറണം. ഇതേക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. റോമാലേഖനത്തിൽ നിന്ന് നമുക്ക് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനഭാഗമെടുക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണം. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത്. അത് റോമാലേഖനം 12-ാം അധ്യായം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട ഒരധ്യായമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മെ സഹായിക്കാൻ ഈ അധ്യായത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചിന്ത, ഒരു വചനം ഓടി വരാതിരിക്കത്തില്ല. അത്രമാത്രം റിച്ചായിട്ടുള്ള, നമുക്ക് അഭിവൃദ്ധി പകരുന്ന ഒരു അധ്യായമായിട്ട് റോമാലേഖനം 12-ാം അധ്യായത്തെ നമ്മൾ കാണണം. നമ്മൾ കേട്ട വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: പാപം ഉപേക്ഷിച്ചാൽ പോരാ, പുണ്യങ്ങൾ അഭ്യസിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ പോരാ, നന്മകൾ ചെയ്യാവുന്നിടത്തോളം നമ്മൾ ചെയ്യണം. അതാണ് ഇതിൻ്റെ കാതലായ ഒരു സന്ദേശം. നമ്മൾ കേട്ടു, നിൻ്റെ ശത്രുവിന് പോലും വിശക്കുന്നത് കണ്ടാൽ ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നത് കണ്ടാൽ കുടിക്കാൻ കൊടുക്കുക. അതവരെ അനുതാപത്തിലേക്ക് നയിക്കും.
നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുന്നതിനെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പഠിക്കാൻ, മനസ്സിലാക്കാനും മനസ്സിലാക്കിയാലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്താൽ ഒരുപാട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി 5:43 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കണം. അതുപോലെ നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമായിട്ട് നീ മാറുക. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു സന്ദേശമാണ്. അത് തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്ത് ഈ മൗലിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്താൻ നമ്മൾ സന്നദ്ധരായാൽ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയും. നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. സങ്കീർത്തനം 103 2-ാമത്തെ വചനമെടുത്താൽ ദൈവം ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറയാനുണ്ട്, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനുണ്ട്. ആ നന്മകളെല്ലാം ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി ഈശോയ്ക്ക് നന്ദി പറയാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. എല്ലാവരും ചേർന്ന് നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഉയിരിൽ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതായി. ഉയിരിൽ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതായി. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. കർത്താവേ, അങ്ങ് വലിയവനാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തവനാണ്. ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ,
ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരും പാടട്ടെ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ. നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു പാടട്ടെ. നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താലും ദൈവത്തോടുള്ള നന്ദിയാലും നിറയട്ടെ. കർത്താവേ, മാലാഖമാരോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് വലിയവനാണ്, നന്മ ചെയ്യുന്നവനാണ്, ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തവനാണ്. അവയ്ക്കെല്ലാം നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ അവിടുന്ന് തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിലിരിക്കാം. സ്വസ്ഥമായിട്ട് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ആസ്വദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ഓർമ്മിപ്പിക്കുന്നു. തിന്മ ഉപേക്ഷിക്കണം, നന്മ ഏറ്റെടുക്കണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത വരിക. യെശയ്യായുടെ പുസ്തകം 58 വായിച്ചാൽ പാപകരമായ വഴികൾ ഉപേക്ഷിക്കണം, നേരായ മാർഗങ്ങൾ ഏറ്റെടുക്കണം. തിന്മ ഉപേക്ഷിക്കണം, നന്മ പ്രവർത്തിക്കണം. അതാണ് യെശയ്യാ 58 കാതലായ സന്ദേശവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ അടിസ്ഥാന തിന്മകളെ പിഴുതെറിയുന്നതോടൊപ്പം അടിസ്ഥാന നന്മകൾ, മൗലിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്തുന്നവരായിട്ട് മാറണം. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് പ്രത്യേകം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1805 മുതൽ വായിക്കുമ്പോൾ 4 ഈ തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയും, മൗലിക പുണ്യങ്ങൾ. ഈ 4 പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റണം. അവ നമുക്ക് അലങ്കാരമായിട്ട് മാറണം. അപ്പോഴാണ് ദൈവമക്കൾ എന്ന രീതിയിൽ നമുക്ക് സൗന്ദര്യമുണ്ടാകുന്നത്. 4 മൗലിക പുണ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ പുണ്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ പ്രൂഡൻസ് എന്ന് പറയും. തിയോളജിക്കൽ വെർച്യൂസിൽ ദ ഫസ്റ്റ് വൺ പ്രൂഡൻസ്, വിവേകം. ബൈബിളിൽ നമ്മൾ വിവേകപൂർവ്വം നമ്മൾ പെരുമാറണമെന്നുള്ള നിർദ്ദേശം പലയിടത്ത് നമുക്ക് ലഭിക്കുന്ന. 10 കന്യകമാരിൽ 5 പേര് വിവേകവതികളും 5 പേര് വിവേകശൂന്യരുമായിരുന്നു. മത്തായി 25-ാം അധ്യായത്തിൻ്റെ ഒരു കാതലായ സന്ദേശം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിവേകപൂർവ്വം നമ്മൾ പെരുമാറണം. എന്താണ് ഈ വിവേകം നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്നത്? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1805 മുതൽ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏതാണ് യഥാർത്ഥ നന്മയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് കാര്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. ചിലപ്പം വേണമെങ്കിൽ തിന്മ പോലും നന്മയായിട്ട് നമുക്ക് തോന്നിയേക്കാം. അപ്പം അതുകൊണ്ട് വിവേകം വളരെ ആവശ്യമാണെന്ന്. പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മളറിയാതെ തന്നെ തിന്മ നന്മയായിട്ട് അങ്ങ് കാണും. അതിൻ്റെ പുറകെ പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്ന പരിഹാരമെന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെയൊക്കെ ഓടിയെന്ന് വരും. വരാതിരിക്കണമെങ്കിൽ വിവേകം നമുക്ക് വളരെ ആവശ്യമാണ്.
യഥാർത്ഥ നന്മ തിരിച്ചറിയാനും ആ നന്മയിലെത്താനുള്ള യഥാർത്ഥ വഴി ഏതെന്ന് തിരിച്ചറിയാനും നമ്മെ സഹായിക്കുന്നതാണ് വിവേകം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, നമുക്ക് കാണാൻ സാധിക്കും മറ്റു പലതും വേണ്ടാന്ന് വെച്ചിട്ടാണ് സോളമൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു, എനിക്ക് ജ്ഞാനവും വിവേകവും തരിക. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വരം കൊടുത്തിട്ടും സോളമൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് വേറൊന്നും വേണ്ട, ജ്ഞാനവും വിവേകവും. അത് രണ്ടും ഈ ഇരട്ടപ്പിള്ളേരെ പോലെ ഒന്നിച്ചു പോകുന്ന ജ്ഞാനവും വിവേകവും, എനിക്കത് മതിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് സോളമന് എന്തെങ്കിലും നഷ്ടം വന്നോ? മറ്റാരെയും കാൾ സോളമന് ജ്ഞാനമുണ്ടായി, അതുപോലെ തന്നെ സമ്പത്തുമുണ്ടായി. അപ്പം അതുകൊണ്ട് വിവേകപൂർവ്വം ജീവിക്കാൻ നമുക്ക് സാധിക്കണം, വിവേകപൂർവ്വം പെരുമാറാൻ നമുക്ക് സാധിക്കണം, വിവേകപൂർവ്വം സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വിവേകമെന്ന വരം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ തീക്ഷ്ണമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു അടിസ്ഥാന പുണ്യമായിട്ട്, മൗലിക പുണ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നീതി, ജസ്റ്റിസ്, റൈച്ചസ് ലൈഫ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. പ്രിയപ്പെട്ടവർ, നമുക്ക് നീതിപൂർവ്വം ജീവിക്കാൻ പറ്റണം. നീതിപൂർവ്വം ജീവിക്കുന്നവരെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നീതിമാൻ വീണാലും അവനെ എഴുന്നേൽപ്പിക്കും. നീതിമാൻ്റെ ഐശ്വര്യം വളരെ ഏറെയാണ്. ജീവൻ നീതിയുടെ പാതയിലാണ്. ഇതെല്ലാം ദൈവവചനങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നീതിമാൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നീതിപൂർവ്വം നമ്മൾ ജീവിക്കണം. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം നീതിമാന് മോചനം നൽകും, അവൻ്റെ ശത്രുക്കളെ തറപറ്റിക്കുകയും ചെയ്യും. നീതിപൂർവ്വം നമ്മൾ ജീവിച്ചാൽ മതി, ദൈവം നമുക്ക് തുണയായി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. മാത്രമല്ല, ആരെല്ലാം നമുക്കെതിരെ ഉയരുന്നുണ്ടോ അവരെല്ലാം കർത്താവ് തറപറ്റിച്ചോളും. അതുകൊണ്ട് നീതിമാന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയണം. നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, മറ്റുള്ളവർക്ക് നൽകേണ്ടത് അവർക്ക് അർഹമായത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ ജീവിക്കുന്നവരാണ് നീതിപൂർവ്വം ജീവിക്കുന്നത്. ഇനി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് എല്ലാം എനിക്ക് വേണം, എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പോകുന്നവർ നീതിപൂർവ്വം ജീവിക്കുന്നവരല്ല. ഇന്ന് സംസാരത്തിൽ പോലും അനീതി കാണിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. മറ്റാർക്കും സംസാരിക്കാൻ അവകാശമില്ല, എല്ലാം ഞാൻ പറയണം, ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരങ്ങ് കേൾക്കണം, അവർ അത് അനുസരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അതൊക്കെ അനീതിയാണ്. അത് ജീവിത പങ്കാളിക്കാണെങ്കിലും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അവർ സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതൊന്നും ഇല്ലാത്തവരെ അനീതി പ്രവർത്തിക്കുന്നവരാണ്. കർത്താവ് വചനത്തിൽ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുക. ദൈവത്തോട് അടുക്കാൻ പറ്റിയല്ല അനീതി പ്രവർത്തിക്കുന്നവർക്ക്. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മൗലിക പുണ്യം ഇത് ശരിക്കും നമ്മൾ നട്ടു വളർത്തണം. അതിന് നമ്മൾ ആഗ്രഹിക്കുകയും അതിന് അധ്വാനിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും, ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ പരിപാലിക്കും എന്നുള്ളതെല്ലാം ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു മൗലിക പുണ്യമായിട്ട് നമ്മൾ കാണേണ്ടത് മനസ്ഥൈര്യം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷാണെങ്കിൽ ഫോർട്ടിറ്റ്യൂഡ്, മനസ്ഥൈര്യം. ഈ മനസ്ഥൈര്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ്ലീഹ. അപ്പം അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, സഹനങ്ങൾ, ക്ലേശങ്ങൾ, മരണം ഇതൊക്കെ മുന്നിൽ വന്നിട്ടും തളരാതെ മുമ്പോട്ട് തന്നെ പോകുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് ഞങ്ങളെ വേർപെടുത്താൻ പറ്റും? വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ മരണം വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മരണത്തിന് പോലും ഞങ്ങളെ ദൈവത്തിൽ നിന്ന്, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റില്ലെന്ന്. അതുപോലെ മനസ്ഥൈര്യമുണ്ടായിരുന്ന
മനോബലമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മുന്നേറിയാൽ, മുമ്പോട്ട് പോയാൽ എന്നെ കാത്തിരിക്കുന്നത് കാരാഗ്രഹവാസവും മരണവുമാണ്. വലിയ സഹനം, മരണം ആണെങ്കിൽ പോലും ഞാൻ മുമ്പോട്ടേ പോകും. മനസ്ഥൈര്യമില്ലാത്തവർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അവർ പേടിച്ചോടിക്കളയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനസ്ഥൈര്യം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് സഹനം കുറയാനും, രോഗം മാറാനും, ക്ലേശങ്ങളും ദുരിതങ്ങളും മാറാനും, സുഖജീവിതം വരാനും, സുഖത്തിൻ്റെ മേൽ സുഖം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചെന്ന് വരും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹം. വലിയ സഹനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോയപ്പോഴും വേദന കുറയ്ക്കാനുള്ള പ്രാർത്ഥനയല്ല, വേദന ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോയാലും ധൈര്യം നഷ്ടമാകാതെ ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം അതെടുക്കാൻ പറ്റണം. ഇതൊക്കെയല്ലേ പ്രാർത്ഥന. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ മനസ്ഥൈര്യം നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്താനുള്ള ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 4-ാമത്തെ അവസാനത്തെ പുണ്യം, അടിസ്ഥാന നന്മ എന്ന് നമുക്ക് പറയാൻ പറ്റുക സംയമനം എന്ന് പറയും. മലയാളത്തിൽ സംയമനം, ഇംഗ്ലീഷ് ആണെങ്കിൽ ടെമ്പറൻസ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ആത്മനിയന്ത്രണം ഇല്ലാതെ കണ്ട് നമ്മളിങ്ങനെ അമിതമായിട്ട് സന്തോഷിക്കുന്നതും അമിതമായിട്ട് ദുഃഖിക്കുന്നതും. ചിലരുടെ കുഴപ്പം, അവരുദ്ദേശിച്ച പോലെ കാര്യം നടന്നാൽ ബലൂൺ വീർക്കുന്നത് പോലെ അവർ വീർക്കും. ഇനി എങ്ങാനും ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നാലോ ബലൂണിൻ്റെ കാറ്റ് കുത്തിവിട്ട പോലെ അവർ ഫ്ലാറ്റാകും. എന്ന് പറഞ്ഞാൽ അവർ നിരാശപ്പെടും. അവർക്ക് പിന്നെ ഒരു പ്രത്യാശയില്ലാത്ത, സന്തോഷമില്ലാത്ത, വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും അവർ അധപതിച്ചെന്ന് വരും. അത് വരാതിരിക്കാൻ നമുക്ക് വേണ്ടത് ടെമ്പറൻസ്, ഈ സംയമനം. ഏത് അവസ്ഥയിലും നമ്മൾ ബാലൻസ് നഷ്ടപ്പെടാതെ നമുക്ക് വെൽ ബാലൻസ്ഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കണം. സന്തോഷങ്ങളെപ്പോലും വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓവറായിട്ട്, അമിതമായിട്ട് നമ്മൾ സന്തോഷിച്ച് മതിമറന്ന് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയാൽ അപകടം പതിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മൗലിക പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിലൊന്ന് വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇക്കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ സുഖം തേടി ഇത്രയും നാൾ നമ്മൾ ജീവിച്ചു. ഈ ലോകത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകണം, കാശുണ്ടാക്കണം എന്നുള്ള ഏക ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ചെട്ടിക സുഖം കിട്ടണം എന്ന ഏക ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികൾ, തിന്നുകുടിച്ച് അതിൻ്റെ സുഖത്തിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന സുഖലോലിപര്. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നിട്ട് മൗലിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടുവളർത്താൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, വിവേകപൂർവ്വം ജീവിക്കുവാൻ, നീതിപൂർവ്വം ജീവിക്കുവാൻ, മനസ്ഥൈര്യത്തോടെ ജീവിക്കുവാൻ, സംയമനത്തോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോയി, നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നുപോയി. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എന്നുമെൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടത് മുഴുവൻ കേൾക്കാം.
മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ശിരസ്വാമിച്ച് നിങ്ങളുടെ എല്ലാ അവസ്ഥയിലേക്കും ഈശോയുടെ കൃപ ഒഴുകി വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മൗലിക പുണ്യങ്ങൾ നമുക്ക് അലങ്കാരമായി മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഹൃദയാഭിലാഷങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കരുണയുള്ള കർത്താവെ, അവിടുത്തെ കരം ഈ ദാസരുടെ മേൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി ഈ ദാസരുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം പുണ്യങ്ങൾ നട്ടുവളർത്തി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങിറങ്ങി പ്രവർത്തിക്കണമേ. ഇവരുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ അവിടുന്ന് തൊട്ടനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.